അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നാം കേട്ടിട്ടിരിക്കുകയാണ്. വീണ്ടും രണ്ടാമതൊരു വചന ശുശ്രൂഷ കേൾക്കേണ്ടി വരുമോ എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ടത്. ഇത് വചന ശുശ്രൂഷയല്ല. We have just heard a blessed sermon, and in case you're wondering, you're not about to hear a second sermon. You're not about to hear a second sermon. It is something rather different. ഇവിടെ സാധാരണ നടക്കുന്നത് പോലെ നമ്മുടെ സൺഡേ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് സഭയുടെ ആത്മീക വർധനയ്ക്ക് ഗുണമുള്ള ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Today we are here to discuss a spiritual portion from the Sunday school, which I believe will be a source of growth for the whole church. സൺഡേ സ്കൂൾ പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് വിചാരിച്ച ആരും അത് എനിക്ക് വേണ്ടി ഉള്ളതല്ലാതെ ചിന്തിക്കേണ്ട. ഇവിടുത്തെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അറിയാം, അധ്യാപകർക്കും അറിയാം, വളരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടതായ മികച്ച അടിത്തറ ലഭിക്കുന്ന സിലബസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. But please don't be lazy and complacent thinking that it's a Sunday school syllabus. It's a portion of the Sunday school syllabus. As all the kids and teachers in the Sunday school know, we are following a syllabus that is spiritually beneficial to the whole church. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സൺഡേ സ്കൂൾ പഠിക്കേണ്ട സമയത്ത് നല്ലപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ, അന്ന് ഉഴപ്പി നടന്നിട്ടുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ എന്നൊരു അവസരമായിട്ട് എടുത്താലും. Also, if anyone was lazy while they were doing Sunday school back in your younger days, then you can take this as an opportunity for remedial teaching. എന്നോട് ചില മാസങ്ങൾക്ക്, എനിക്കൊന്ന് ഒരു മാസം മുമ്പ് തന്നെ എന്നോട് സാമ് പറഞ്ഞിരുന്നതുപോലെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സൺഡേ സ്കൂളിൽ ഇംഗ്ലീഷ് സർവീസ് എടുക്കണമെന്ന് എന്നോട് ഒരു മാസം മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് കേട്ടപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ടോപ്പിക്കാണ്, സെമിനാരിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നിസ്സാരമെന്ന് കരുതി ഞാൻ അങ്ങ് മുന്നോട്ട് വെച്ചു. So Sam had requested 1 month prior that I deal with this topic, and this is a topic that I'm well familiar with from my seminary days, so I thought it would be simple and I said yes. കഴിഞ്ഞ ദിവസം ഞാനിത് വീണ്ടും ഒന്ന് വായിച്ചപ്പോഴാണ് ഇത് എങ്ങനെയാണെന്ന് തുടങ്ങുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കാരണം ഇത് പ്ലെയിനായിട്ട് ഇവിടെ ഇരുന്ന ഇൻട്രൊഡക്ഷൻ വെച്ചങ്ങ് പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന 80% പേരും നിങ്ങളുടെ ഭൂതകാലത്തിലോട്ടും ഭാവി കാലത്തിലോട്ടും യാത്ര ചെയ്യും. But when I thought about how I would present this topic, I realized that if I presented it plainly, then 80% of you would drift off into your past and into your future. എന്നാലും ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസൻറ്റേഷൻ ഒന്നും സത്യത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്രസൻറ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ന് സാമ ട്രാൻസ്ലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ അത് കയറുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. Today I have not prepared a presentation, but please don't be worried. Sam will translate for me. Okay, ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനി എന്ന് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പഠനമാണ്, ആധികാരികമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് ഇന്ന് സംസാരിക്കുന്നത്. Today I want to discuss the topic of Christology, or the authoritative teaching of the doctrine regarding Christ. ഒരിക്കൽ ഇത് പഠിപ്പിക്കുന്ന ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറിൻ്റെ ഒരു അനുഭവം താൻ പറയുന്നത് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഈ പ്രൊഫസർ, ഇദ്ദേഹം ഒരു പാസ്റ്റർ കൂടിയാണ്. ക്രിസ്റ്റോളജിയിൽ അധികമായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയൊരു വാഞ്ച, തൻ്റെ സഭയിലുള്ള എല്ലാവരും ഈ ക്രിസ്റ്റോളജിയിൽ വളരെ തന്നെപ്പോലെ തന്നെ അറിവുണ്ടായിരിക്കണം നല്ല വാഞ്ചയുള്ളൊരു പാസ്റ്റർ ഒരിക്കൽ തൻ്റെ സഭയിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളൊരു മീറ്റിംഗൊക്കെ കണ്ടക്ട് ചെയ്ത് അവരെയൊക്കെ വിളിച്ച് ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ആരംഭിച്ചു. Today I'm reminded of an incident of a professor of Christology at a seminary who was also a pastor. He decided that this was a topic that all members of his church should hear, so that he called a special meeting of the youths in the church, and he decided to teach Christology in that meeting. അപ്പോൾ ഈ യുവാക്കൾക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം അന്നെടുത്തത് യേശുക്രിസ്തുവിൻ്റെ 2 വ്യക്തിത്വങ്ങൾ, നേച്ചർ അല്ലെങ്കിൽ ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റാണ് താൻ സംസാരിച്ചത്. So he spoke about the doctrine of two personalities of Jesus Christ, which is his divine nature and his human nature. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഇദ്ദേഹം എടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ താൻ ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. So after about half an hour, he gave everyone a short break and said, if anyone has any doubts regarding this, let's discuss that now and then move forward. അപ്പോൾ ഈ അവസരം കിട്ടിയപ്പോൾ ഒരു എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററെ
ഞങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഗുണമുള്ള എന്തെങ്കിലും പഠിപ്പിക്കുക. ഈ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ അക്രൈസ്തവർ പഠിപ്പിച്ചാൽ പോലും ഞങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല വർഷിപ്പ് ലീഡർ ആകാം, അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഒരു കിടിലൻ മെസ്സേജ് ഉണ്ടാക്കാം, ഇപ്രകാരമുള്ള പ്രയോജനമുള്ള എന്തെങ്കിലും പഠിപ്പിക്കുന്നു പറഞ്ഞു. So one smart person stood up and said, Pastor, if you're going to teach us something, can you please teach us something that is beneficial? How to prepare a message or how to be a worship leader? Why don't you teach this topic to someone outside the church? എന്നാലും പാസ്റ്റർ ആ ടോപ്പിക്ക് തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ താൻ കംപ്ലീറ്റ് ചെയ്തു. ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇതേ വ്യക്തി ഈ പാസ്റ്ററിനോട് അന്ന് സംശയം ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ സംസാരിച്ച അതേ വ്യക്തി തന്നെ പാസ്റ്ററിനെ ഒരിക്കൽ തിരിച്ചു വിളിക്കാനിടയിൽ തീർന്നു. But the pastor continued teaching the humanity and divinity of Jesus Christ, and a few months later, this very same person who had asked this question had another conversation with the pastor. ഇതേ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വളരെ സന്തോഷം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. Today I am speaking to you, he said, today I am speaking to you with great pride. കാരണം താൻ പറയുകയാണ്, തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്തു. അവിടെ യാത്ര ചെയ്തപ്പോൾ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ആ ഡേയ്സൊക്കെ തിരിച്ച് മടങ്ങേണ്ട സമയമായപ്പോൾ അവർ ആ രാജ്യമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അതിനടുത്ത് ഒരു ഹിസ്റ്റോറിക്കൽ മോസ്കുമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ മോസ്കും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവർ ആ മോസ്കിൽ കൂടെ ചെല്ലുവാനിടയിൽ തീർന്നു. So this person said that his college had organized a study trip, and they had gone to a foreign country, and in that foreign country, after their study trip had been done, they started exploring the place and eventually decided to visit a historical mosque. അപ്പോൾ ഈ മോസ്കിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഇമാമുണ്ട്. ഇമാം ഇവരെയൊക്കെ ഗ്രീറ്റ് ചെയ്തു. ഇവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? അപ്പം ഈ കൂടെയുള്ള പോയവരെല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു. അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾ ദൈവവിശ്വാസികളാണ്, ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്. അപ്പം ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് പുള്ളി എന്ന് ചോദിച്ചു, ഓക്കെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്, ഏതാണ് നിങ്ങളുടെ ദൈവം ഏതാണ്? അപ്പോൾ ഈ കുട്ടികളെല്ലാം പറഞ്ഞു ഞങ്ങൾ ജീസസ് ക്രൈസ്റ്റാണ് വിശ്വസിക്കുന്നത്. So in that mosque, they met an imam who realized that most of the people in the trip were Christians. So then he asked, who is your God? Whom do you worship? And then they said, we worship Jesus Christ. അപ്പം ഇദ്ദേഹം വീണ്ടും ചോദിച്ചു, അങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് പറയാമോ? ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം തന്നെ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞാൽ ആദ്യം അന്തവുമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? So then the imam asked, can you outline the qualities of your God? Do you believe that your God has no beginning or end? ഇവരെല്ലാം യെസ് പറഞ്ഞു. കാരണം കൃത്യമായ കാര്യങ്ങളാണ് ഇമാം പറയുന്നത്. So everyone nodded yes, because what the imam was saying was compatible with what they had learned. വീണ്ടും ചോദിച്ചു, ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? Then he asked, can God die? ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മരിക്കുന്നവനാണോ ദൈവം? So is it compatible with the nature of God that he should die? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല. No, that's not possible, they replied. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മരിച്ചോ? Then why did Jesus Christ die? മരിച്ചെങ്കിൽ ദൈവമാണോ? And if he did die, then is he God? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലായി, കൊടുക്കാനുള്ള ചോദ്യമാണെന്ന് മനസ്സിലായി. And then the rest of the study trip group realized that they had been tricked, they had been duped into a trick question. അപ്പോൾ ഈ കൂട്ടത്തിലിരുന്ന് അന്ന് ഈ ക്ലാസ്സിലിരുന്ന് വികൃതി ചോദ്യം ചോദിച്ച് അവൻ്റെ തലയിൽ അന്ന് പഠിപ്പിച്ചതൊക്കെ കയറി വന്നു. And then the smart person who had asked the question to a pastor if this was a relevant topic to teach, suddenly the topic came back to his mind. അവൻ അവിടെ കൃത്യമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് യേശു ക്രിസ്തു എങ്ങനെയാണ് മരിച്ചത് എന്താണെന്നുള്ള വിശദമായ കൃത്യമായ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ഉത്തരം പറയടേ തീർന്നു. And then he was able to answer with doctrinal accuracy who Jesus was and what his nature was and how he had died. അവൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സ്റ്റാറായി മാറി. And in one day I turned into a star in that group, he told his pastor. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അവസരം വരുന്ന ഉടനെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. So if you want to be a star in your own group, then if you hopefully listen to me, then you'll be able to do that. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളോട് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളോടുമൊക്കെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളുമായിട്ട് പലരും അപ്രോച്ച് ചെയ്യാറുണ്ട്. But in all seriousness, we will face these questions. We ourselves or our kids who go to college will face these questions. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന വിഷയം ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, മനുഷ്യത്വവും ദൈവത്വവും എന്ന് പറയുന്നത് വളരെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. So this topic which I am about to deal with, the divine and the human nature of Jesus Christ, is something that you should listen to very carefully.
ആമേൻ. ഒരിക്കൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? So once Jesus asked his disciples, whom do the people say I am? പല ഉത്തരങ്ങൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് യോഹന്നാൻ സ്നാപകൻ എന്ന്, ചിലർ പറയുന്നു ഏലിയാവ് എന്ന്, മറ്റു ചിലർ പറയുന്നു പ്രവാചകന്മാർ ആരോ എന്ന്. So he got many different replies from his disciples. Some say John the Baptist, some say Elijah, some say one of the prophets. എന്നാൽ യേശുക്രിസ്തു പിന്നെ ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവിടെ ശീമോൻ പത്രോസ് വളരെ കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ട്, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. So Jesus asked once again, whom do you say that I am? And then Simon Peter replies, you are the son of the living God. ആമേൻ. ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവപുത്രനായ ക്രിസ്തു. യേശുക്രിസ്തു പറയുന്നുണ്ട്, ശീമോൻ പത്രോസേ, മാനുഷിക രക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല നിന്നെ ഇത് വെളിപ്പെടുത്തി, ദൈവമാണ് നിനക്ക് ഈ മർമ്മം വെളിപ്പെടുത്തി തന്നത്. So then Jesus tells Simon Peter, Simon, it is not flesh and blood that revealed this to you, but it is the Spirit of God. ദൈവപുത്രനായ ക്രിസ്തു, Jesus Christ, the Son of God. ആമേൻ. ഈ പലപ്പോഴും ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സർനെയിമാണെന്ന്. When we say Jesus Christ, oftentimes we wonder if it is a surname. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ബർസർ എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട്, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്നതാണ് ബർസർ. When I was in college, I encountered a person called the bursar who handles the financial affairs of the college. അപ്പം ഈ കോളേജിലെ പ്രിൻസിപ്പൾ കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും വലിയ പോസ്റ്റ് ബർസറിൻ്റെയാണ്. So the designation of bursar is given to the person second in charge in the college. അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു പാവത്താൻ ഒരിക്കലും പറഞ്ഞു, ഈ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ബെർ എന്നാണ്, കാരണം ബാക്കി മാത്യു സാറുണ്ട്, ജോൺ സാറുണ്ട്, തോമസ് സാറുണ്ട്, അപ്പോൾ ഇദ്ദേഹം ബർസർ എന്ന് പറഞ്ഞാൽ ഈ സാറ് മാറ്റുമ്പോഴാണല്ലോ ശരിക്കുള്ള പേര് കിട്ടുന്നത്, അപ്പോൾ ബെർ എന്ന് മാത്രം പേരുണ്ട് ഈ വ്യക്തിക്ക് എന്ന് ചോദിക്കാനിടയിൽ തീർന്നു. So one simple-minded person in my class asked, is this chap's real name Burr? Because we call everyone Matthew sir, Thomas sir, so is his real name Burr? കാരണം ഈ ബർസർ എന്നുള്ള പദം മുമ്പ് കേട്ടിട്ടില്ല. അത് പറഞ്ഞാൽ ഇവിടെ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ രണ്ട് പദവികൾ അല്ലെങ്കിൽ രണ്ട് നേച്ചർ അവിടെ പറയുന്നത്. So here he had not encountered the title bursar before. So just like that, when we say Jesus Christ the Son of God, two different titles are being given at that point. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ദൈവികതയാണ്, അല്ലെങ്കിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ഒഴിച്ചു വന്നെന്ന് പറയുമല്ലോ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവികതയാണ് അവിടെ ഒന്ന് കാണാൻ കഴിയുന്നത്. When we say the Son of God, we indicate that Jesus Christ has a divine nature which came from God himself. രണ്ടാമത് ക്രിസ്തു എന്ന പദത്തിൻ്റെ അധിശം അനോയിൻറ്റഡ് വൺ, മശിഹ എന്ന് പറയുന്ന പദം നമുക്ക് കാണാൻ ഒരുപാട് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. മനുഷ്യനുമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അഭിഷക്തനായ ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമാനിറ്റി, മനുഷ്യത്വമാണ് ആ രണ്ടാമത്തെ പദത്തിൽ അവിടെ കാണാൻ കഴിയുന്നത്. But when we say Christ, we are referring to the second part of his nature where he is the anointed one or the Messiah, and this is a term commonly given in the Bible for people who have been empowered by God to do certain things. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്വമുണ്ട്, മനുഷ്യത്വം ഒരുപോലെ അടങ്ങിയിരിക്കുന്നു. In short, in the personhood of Jesus Christ, there are two natures, divine and human. ഇത് നമ്മുടെ മനസ്സിനകത്ത് നല്ലപോലെ പതിഞ്ഞിരിക്കണം. ദൈവത്തിനകത്ത് മനുഷ്യത്വവുമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അകത്ത് ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ അടങ്ങിയിരിക്കുന്നു. So what I want you to understand is that within the personhood of Jesus Christ, both a divine nature and a human nature are equally found. കാരണം തിരുവചനത്തിൻ്റെ അകത്ത് യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. From the scriptures we can see that Jesus Christ was God himself. അതുപോലെ തന്നെ യേശുക്രിസ്തു മനുഷ്യനാണെന്ന് പറയുന്ന ഒരുപാട് വചനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. And also from the scriptures we can see that Jesus Christ was a human being. അപ്പം ഒരു കാര്യം ഉറപ്പിക്കണം, യേശുക്രിസ്തുവിൽ ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. So let us settle one thing for all time, that Jesus, the personality of Jesus had two natures. One was divine, one was human. ഇത് മനസ്സിലായാലും അടുത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ നമുക്ക്. Only if you understand this point can I move on to the next point. ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ സാർ ഈ സബ്ജക്റ്റ് എടുക്കുന്നത് ആദ്യം ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, യേശുക്രിസ്തു ദൈവം മനുഷ്യനാണ് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. So the professor who taught me Christology in my seminary asked me this question, do you all believe that Jesus was both human and divine?
അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു അതെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര ശതമാനം ദൈവത്വം, എത്ര ശതമാനം മനുഷ്യത്വം? So then he asked a counter question. So what percentage of Jesus was human and what percentage of Jesus Christ was divine? അപ്പം ഞങ്ങളെല്ലാവരും എടുത്ത് ചിന്തിച്ചു. അവസാനം ഞങ്ങളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഞങ്ങൾ പറഞ്ഞൊരു 50% ഡിവൈൻ, 50% ഹ്യൂമൻ. So we discussed among ourselves and we reached a consensus saying he's 50% divine and 50% human. അപ്പം ഞങ്ങളോട് വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ കാനാവിലെ കല്യാണത്തിൽ ചെയ്ത അത്ഭുതം, അല്ലെങ്കിൽ പാരലൈസ് ആയൊരു വ്യക്തിയെ നടക്കുന്ന അത്ഭുതം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മരിച്ചു പോയ ഒരാളെ ഇവിടുത്തെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ 50% ഡിവിനിറ്റി കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. So then he asked us the question, so the miracles that he did, turning water into wine at the wedding in Cana, raising up a paralyzed person, and finally raising up a dead person to resurrection. Is this possible with just 50% divinity? അപ്പം ഞങ്ങൾ ഇക്വേഷൻ ഒന്ന് മാറ്റി. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു 75% ഡിവൈൻ, 25% ഹ്യൂമൻ. So we changed our answers. So let's put it 75% divine and 25% human. അപ്പോൾ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ 75% ദൈവീകതയുള്ള ഒരാളെ കുരിശിൽ മരിക്കുകയോ കൊല്ലാൻ പറ്റുമോ മനുഷ്യർക്ക്? Then he posed the counter question. So if someone is 75% God or 75% divine nature, can he be killed on the cross? അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ 60-40 വന്നു. So then we settled at 60-40, 60% divine and 40% human. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയായ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് ദുരുപദേശങ്ങളൊക്കെ പോകാനിടയായി തീരും. So I would like to make the point that if we do not truly understand the basis of Jesus' personhood, we are susceptible to many false doctrines. വേദപുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. The central character of the Bible is Jesus Christ. ഈ യേശുക്രിസ്തു തന്നെയാണ് ഏറ്റവും അധികം മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട പല അല്ലെങ്കിൽ വിഭാഗങ്ങളായി മനുഷ്യർ തിരിയുവാൻ കാരണമായി തീർന്നത്. But it is also the interpretation of the nature of Jesus Christ which is a source of misinterpretation within the Bible. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. So the right answer to the question my professor asked me is that Jesus Christ was 100% divine and 100% human. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന ഒരുപാട് പേരുണ്ട്. There are many people out there in the world who deny the divinity of Christ. യേശുക്രിസ്തു ദൈവമാണ്, ചെറിയ ദൈവം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. There are also many people who say Jesus Christ was a demigod or a mini god. എന്നാൽ തിരുവചനം കൈ പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല. But any person who truly believes in the Bible cannot deny the divinity of Jesus Christ. ഈ യോഹന്നാൻ 1:1 പറയുന്ന ഒറ്റ വാചകം മതി യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ഡയറക്റ്റ് സ്ട്രെയിറ്റ് സ്റ്റേറ്റ്മെന്റ്. അത് if we go to John chapter 1:1, it gives us a simple and direct explanation that Jesus Christ was divine. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. John 1:1 gives us an extremely direct assertion that in the beginning was the word was with God and the word was God. നിങ്ങൾക്കറിയാമോ യഹോവ സാക്ഷികൾ അവർ യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണ്. അവർക്ക് ഏറ്റവും വലിയൊരു തലവേദനയായ ഒരു വചനമായിരുന്നു ഈ John 1:1. There is a group called the Jehovah's Witness who deny the divinity of Christ and they find this verse to be a headache. അവരുടെ പണ്ഡിതന്മാരൊക്കെ തലമുകഞ്ഞ് ആലോചിച്ചു. പലരും ഇതിൻ്റെ ഒറിജിനൽ മൂലഭാഷയായ കൊയിനെ ഗ്രീക്കിൽ തന്നെ വർഷങ്ങളോളം പഠിച്ചു, പല പ്രബന്ധങ്ങൾ എഴുതി, ബുക്കുകൾ ഇറക്കി. എങ്കിലും ഈ വചനത്തിൻ്റെ അങ്ങോട്ട് കൂട്ടി മാറ്റാൻ അല്ലെങ്കിൽ ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. Their scholars have tried extremely hard and wrote many books and treatises and even gone into the original language of Koine Greek to cut this verse, but they have not been able to do so. അവസാനം അവർ ചെയ്ത രസകരമായിട്ട് കാര്യം ഒന്നറിയാമോ? അവർ പുതിയൊരു ട്രാൻസ്ലേഷൻ ഇറക്കി, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ അകത്ത് ഈ വാചകത്തിൻ്റെ അത് ചെറിയൊരു വ്യത്യാസം കൂടെ വെച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. വേർഡ് വാസ് എ ഗാഡ്, ഒരു ഏകോടങ്ങ് ചേർത്തു. So then they came up with a new translation called New World Translation where they slightly changed this verse and it read, in the beginning was the word was with God and the word was a God. എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവമുണ്ട്, അതുപോലെ ദൈവം ഒരു ദൈവമാണ്, ചെറിയൊരു ദൈവം. So they were trying to prove that there is a big God and then there is a demigod. ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം
കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു പൂർണ്ണ ദൈവം തന്നെയാണ്. But if you truly believe in the Bible, then it is an undeniable fact that Jesus Christ was 100% God. അതുപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ളത്. And equally true is the fact that Jesus Christ was 100% human. ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. So let us go to 1 Timothy chapter 2 verses 5 and 6 please. മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. The man Christ Jesus himself. ആമേൻ. അവിടെ വ്യക്തമായിട്ട് പറയാണ് യേശു ക്രിസ്തു മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. Here we are told in no uncertain terms that Jesus Christ was a man. ആമേൻ. അപ്പോൾ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം, നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്വമുണ്ട്, പൂർണ്ണ മനുഷ്യത്വമുണ്ട്. So one thing we must settle in our hearts, that Jesus Christ was fully human and fully divine. ട്രിനിറ്റി വിശ്വസിക്കുമ്പോൾ ചെറിയൊരു നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ ഒരു പക്ഷേ ഇതും കോംപ്രിഹെൻഡ് ചെയ്യാൻ ഇച്ചിരി ഹാർഡായിട്ട് തോന്നും. കാരണം മനുഷ്യനെന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ലിമിറ്റിലും ഒതുങ്ങാത്തതാണ്. ഇത് രണ്ടും കൂടെ ഒരു വ്യക്തിയിൽ എങ്ങനെ ചേരുമെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയെന്നിരിക്കാം. Just like we sometimes struggle to understand the concept of Trinity, this concept too might be difficult to you. We might wonder how a person can be fully human and fully divine, and doubts are natural. ആമേൻ. അതിന് നമുക്ക് വേണ്ടി ഒരു ഭാഗം വായിക്കാം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. Can we go to Hebrews chapter 2 verses 14 and 15 please? സോറി, അതല്ല, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. Philippians chapter 2 verse 6 please. ആമേൻ. അവൻ ദൈവത്തെ രൂപത്തിലിരുന്നപ്പോൾ ആ ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ദൈവമാണ്. അതേ ദൈവം തന്നെ മനുഷ്യത്വം താൻ ചൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, രക്ഷാകരമായൊരു പദ്ധതിക്ക് വേണ്ടി യേശു ക്രിസ്തു തന്നെ ഒരുക്കി പുതിയൊരു ഒരവസ്ഥയിലേക്ക് താൻ മാറുകയായിരുന്നു. Here we are told that Jesus Christ was fully God and was in the likeness of God, but yet because of his plans for redemption, he took on his human nature. ആമേൻ. യേശു ക്രിസ്തു ഒരു ഹ്യൂമൻ നേച്ചർ സ്വീകരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി. So he took on his human nature so that he might carry out his plan for redemption. അപ്പോൾ യേശു ക്രിസ്തു, ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഒരു ചോദ്യമുണ്ട്, ദൈവം മരിക്കാമോ? യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ യേശു ദൈവമാണെങ്കിൽ എങ്ങനെയാണ് കുരിശിൽ മരിക്കുന്നത്? So now let us go back to the original question. If Jesus was God, then how can God die? I mean, യേശു ക്രിസ്തു മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ മനുഷ്യത്വം താൻ ചൂസ് ചെയ്യുകയായിരുന്നു. And we must remember that Jesus chose his human nature. I mean, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വാക്യമാണ് തൊട്ട് മുമ്പേ വായിച്ചത്. മനുഷ്യത്തിൻ്റെ ആ പാപങ്ങൾ, I mean, ആ വാക്യം എനിക്ക് ഒന്നുകൂടെ വായിക്കാം. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 14-15. Can we go to Hebrews chapter 2 verses 14 and 15? മതി. മക്കൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ താനുമായി തീർന്നു. എന്തിനു വേണ്ടി? പാപത്തിൻ്റെ ആ ഫലത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ. As his children were flesh and blood and were locked in sin, Jesus chose his human nature so that he might be able to rescue them from that state. ആമേൻ. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ വീണ്ടും നിങ്ങളോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ ദൈവത്തിന് അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നു? ഇതിനു വേണ്ടി മനുഷ്യരായി ഭൂമിയിൽ വന്ന് തന്നെത്താൻ യാഗമാവേണ്ട ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? തന്നെത്താൻ നിങ്ങൾ ക്ഷമിച്ചാൽ പോരായിരുന്നു? So then you might ask me the counter question, well then why did God just not forgive us and just avoid all these complications? ആമേൻ. ഇത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൊന്നും നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ പറയേണ്ട ഉത്തരവെന്ന് പറഞ്ഞാൽ ദൈവം നിയമത്തിൽ കൂടെ അല്ലെങ്കിൽ നീതിമാനായ ദൈവമാണ്. But I know you are going through many questions like these, but the simple answer to this is that our God is a righteous God. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കടയിൽ ചെല്ലുകയെന്ന് വിചാരിക്കുക. അവിടെ ഒരു ബാലൻ, അവന് ഒരു ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു, അവനത് വാങ്ങിച്ചു, അവനത് പൊതിഞ്ഞ് പാക്ക് ചെയ്തെല്ലാം വാങ്ങിച്ചു. അവസാനം അവൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ കടക്കാരൻ പറയാണ് ഈ ഐസ്ക്രീമിന് 20 രൂപ.
Let me just give you an analogy. If we are going to a shop and there's a young child there and he sees an ice cream that he likes, he has it wrapped up and he asks the shopkeeper, what is the price? And the shopkeeper says, it's 20 rupees. അതായത് ഈ ബാലൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. ഇവനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഉടനെ നിങ്ങൾ പറയുക, വിഷമിക്കേണ്ട, ആ 10 രൂപയുടെ കാര്യമില്ലേ, അത് ഞാനത് തന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ 10 രൂപ നിങ്ങൾക്ക് കൊടുക്കാം, ബാലിന് സന്തോഷമായിട്ട് അവൻ്റെ വീട്ടിൽ പോകാം. But the child only has 10 rupees with him. But then you see him and you say, oh, I have the 10 rupees, I will give this to him, give this to you. And then he is able to complete the purchase and take the ice cream home. കാരണം കടക്കാരന് കിട്ടേണ്ട പൈസ അവന് കിട്ടി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് കൊടുക്കുന്ന സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ലാതെ അത് പരിഹരിച്ചു. So the problem is resolved happily because the shopkeeper is satisfied with the price and you have just given up 10 rupees. എന്നാൽ മറ്റൊരു സിനാരിയോ, ഇതേപോലൊരു സിനാരിയോ, ഇതേ പയ്യൻ അവിടെ ചെല്ലുന്നു, ഇതുപോലെ ഒരു ഐസ്ക്രീം ചോദിക്കുന്നു, പാക്ക് ചെയ്ത് കിട്ടുന്നു, അവസാനം എന്നെ അറിയുകയാണ് ഇതിന് 20 രൂപയേ ഉള്ളൂ, ഇവൻ്റെ കയ്യിൽ 20 രൂപയാണ്, ഇവൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. ഈ ബാലൻ ഇവൻ പെട്ടെന്നൊരു കാര്യം ചെയ്തു, ഇവർ ഐസ്ക്രീം എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം ഓടുകയാണ്. But now let us reimagine the situation. He asked for the price of the ice cream and he hears that it is 20 rupees, but he has only 10 rupees. So he just grabs the ice cream and just runs off with it. ഇവൻ ഇറങ്ങി ഓടുന്നത് മുന്നിൽ ഒരു പോലീസുകാരൻ്റെ മുന്നിലാണ് ചെന്ന് വിടുന്നത്. But then a policeman standing directly in front of the shop and he catches him. ഈ പോലീസുകാരൻ ഈ ബാലിനെയും പിടിച്ചുകൊണ്ട് തിരിച്ച് ഷോപ്പിലേക്ക് വരിക എന്ന് ചിന്തിക്കുക. And let us imagine that the shopkeeper, that the child is being dragged back into the shop by the policeman. അവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയുകയാണ്, ഒരു മിനിറ്റ് നിന്നേ, 10 രൂപയും കൂടെ തന്നാൽ പോരെ, 10 രൂപ എന്നാ തന്നോ, അവനെ അങ്ങ് വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പോലീസുകാരൻ പറയും 10 രൂപ നിങ്ങൾ കൊടുത്തോ, അത് കടക്കാരനുമായിട്ടുള്ള ഡീലിങ് നിങ്ങൾ ക്ലോസ് ചെയ്തോ. പക്ഷേ ഇവിടെ ഇപ്പം നടന്നത് എന്താണ്? ഒരു തെഫ്റ്റാണ്, മോഷണം ഒരു സിൻ അവിടെ നടന്ന്, അല്ലെങ്കിൽ ഒരു വയലേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. നിനക്ക് വെറുതെ അങ്ങ് അല്ലെങ്കിൽ കടക്കാരൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരുന്നില്ല. And then the policeman explains, then if at that point you tell the policeman, I'll pay the 10 rupees to a shopkeeper, the policeman will stop you and say, no, that's not possible because a violation of the rules have been made and now we have to follow procedure. അതുകൊണ്ടാണ് ദൈവം തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി ജഡരക്തങ്ങളോടുകൂടി ഈ ഭൂമിയിൽ വന്ന് പാപത്തിൻ്റെ പരിഹാരമായി തന്നെത്താൻ യാഗമായി അർപ്പിക്കപ്പെട്ടത്. And that is why God himself offered himself as a sacrifice so that our sins might be taken away from us. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്ന് താൻ മനുഷ്യത്വം താൻ ചൂസ് ചെയ്യാനിടയെ തീർന്നത്. And that is why he gave up the form of God and took on the human nature. ഈ മനുഷ്യത്തിലായിരുന്നപ്പോൾ പല വായിക്കുമ്പോൾ, ബൈബിൾ തിരുവചനം വായിക്കുമ്പോൾ എന്ന് കാണുന്നൊരു കാര്യമുണ്ട്, തൻ്റെ ഒംനിപൊട്ടൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വവ്യാപി, സർവ്വജ്ഞാനി, സർവ്വശക്തൻ എന്ന് പറയുന്ന തൻ്റെ ആ സ്വഭാവങ്ങൾ പലപ്പോഴും താൻ ഉപയോഗിച്ചിട്ടില്ല. And we can see that when Jesus came into this world, he willingly gave up some of the qualities that he had enjoyed when he was in the likeness of God, which was omnipotence and omnipresence. കാരണം ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റി ചോദിക്കുമ്പോൾ താൻ പറയുന്നുണ്ട്, ഇത് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. And we can see this when Jesus is questioned about the timing of his second coming, and he responds saying, only the Father knows that. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന ചില ആ വാക്യമൊക്കെ എടുത്തോണ്ട് വരും. കണ്ടോ, ദൈവത്തിന് അറിയാത്ത കാര്യമുണ്ടോ? യേശുക്രിസ്തുവിന് അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ. And this is often used by people who argue against the divine nature of Christ, saying, look, is there something that God does not know? Here you see Jesus denying knowledge of certain things. എന്നാൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി ദൈവം തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപം എടുത്തതിൻ്റെ പരിണത ഫലങ്ങളാണ് അതൊക്കെ. But when we read from the scriptures, we can understand this lack of knowledge as a consequence of Jesus giving up certain aspects of his divine nature as he took on his human nature. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിൽ ആ 2 സ്വഭാവങ്ങൾ ഒരുപോലെ അടങ്ങിയിരിക്കുന്നു, ദൈവത്വവും മനുഷ്യത്വവും. ദൈവം യേശുക്രിസ്തു ഓരോ സമയവും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. So today the point of what I am trying to convey to you is this, is that Jesus Christ was fully human and fully divine. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കാതെ ഇരുന്നതിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളെ പരിണിത ഫലം കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട്
പല പല സെക്റ്റുകളായി പല ദുരുപദേശങ്ങൾ അന്നത്തെ കാലത്ത് ഉടലെടുക്കുകയായി തീർന്നു. I would also like to briefly explain some false teachings that crept into the church in the first century AD because they did not fully understand this divine and human nature of Christ. അന്നത്തെ ക്രിസ്ത്യാനികളെ കുഴപ്പിച്ചൊരു ചോദ്യമാണ് ഈ ദൈവത്തിന് മരിക്കാൻ കഴിയുക. കാരണം അന്നുണ്ടായിരുന്ന റോമൻ ഗ്രീക്ക് ദൈവങ്ങളൊക്കെ പറഞ്ഞാൽ യുദ്ധം ചെയ്യുകയോ വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്ത ദൈവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ നിങ്ങൾ പറയുന്ന ദൈവം മരിച്ച ദൈവം ഇതെങ്ങനെയാണ് യുക്തിക്ക് അല്ലെങ്കിൽ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയുന്ന ചോദ്യത്തിന് മുമ്പിൽ അവർ പല സിദ്ധാന്തങ്ങൾ പറഞ്ഞു. അതിലൊന്നാണ് ഡൊസറ്റിസം. So when early Christians were questioned by Greek philosophers regarding the nature of God, they were often stumped by questions like, can God die? Because in the Greek mythologies, gods kill other people, they do not die themselves. So one of the false doctrines was Docetism. യെസ്, ഡൊസറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യ ശരീരമില്ലായിരുന്നു. കാരണം കുരിശിൽ മരിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് മരിച്ച ശരീരമില്ലായിരുന്നു. ഡൊസറ്റിസം, ഡൊക്കേൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം കാണപ്പെടുക. മീൻസ് യേശുക്രിസ്തു ഒരു ശരീരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്നാ പറയുക, മനുഷ്യരെ അല്ലെങ്കിൽ കണ്ടുകെട്ടിയെന്ന് അല്ലെങ്കിൽ അപ്രകാരം മറ്റുള്ളവർക്ക് ചുറ്റും കണ്ടവർക്ക് തോന്നിച്ചതാണ്. ശരിക്കും യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ആത്മാവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യ ശരീരമില്ലായിരുന്നു. So Docetism as a teaching claimed that Jesus' human body only had the appearance of a body. It did not truly exist. It was more of a magic trick making people believe that it was a human body. അതുകൊണ്ട് അവരെ ക്രൂശിക്കുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു, അവർക്ക് തോന്നിയതാണ് അവിടെ ഒരു ശരീരമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും കാതൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഹ്യൂമൻ നേച്ചർ, മനുഷ്യത്വത്തെ നിരാകരിക്കുകയാണ്. ക്രിസ്തീയതയെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തിന് മരിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം കൊടുക്കാൻ ഒഴിയാതെ വന്നപ്പോൾ പറഞ്ഞൊരു ദുരുദ്ദേശമാണ്. അത് കുറേ പേരത് സ്വീകരിച്ച് അവർ നശിപ്പോനിടയിൽ തീർന്നു. So Docetists claimed that only the body that was crucified on the cross was not a real body. It was an imaginary body. It wasn't created as a false doctrine, but rather it was created as an imperfect explanation, denying the human nature of Christ so that his death could be explained. കണ്ടോ, ഇപ്പോൾ ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും ഒരു നേച്ചർ കളഞ്ഞാൽ തന്നെ അത് ദുരുദ്ദേശമായി. രണ്ടാമൊന്ന് അഡോപ്ഷനിസം. The second false doctrine is adoptionism. എന്ന് പറഞ്ഞാൽ ദത്തുപുത്രവാദം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവം അങ്ങ് തിരഞ്ഞെടുത്ത് അവനെ ഒരു പദ്ധതിക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കുരിശിൽ മരിക്കുക എന്ന് പറയുന്നത് ദൈവമല്ല മരിച്ചത്, ഒരു മനുഷ്യനാണ് മരിച്ചതെന്ന് വരും. അവിടെ പക്ഷേ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റി അവിടെ ഡിനൈ ചെയ്യുകയാണ്. Adoptionism denied the divine nature of Jesus Christ by claiming that Jesus was not God, but rather a really good, a nice human being who was adopted by God and appointed for a purpose. And this was a false teaching. വേറെ ഒരുപാടുണ്ട്, ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരെണ്ണമാണ് അപ്പോളിനേരിയനിസം. അതൊരു ബിഷപ്പിൻ്റെ പേരാണ്, അപ്പോളിനേരിയൻ. I would also like to outline one more false teaching, which is Apollinarianism. അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മാനുഷിക ആത്മാവില്ല, ദൈവിക ആത്മാവ് മാത്രമേ ഉള്ളൂ. And he tried to explain, he was a bishop, and he tried to explain that Jesus Christ did not have a human spirit, but rather only a divine one. ഓക്കെ, ഇതൊക്കെ ഒന്നെങ്കിൽ യേശുവിൻ്റെ ഡിവിനിറ്റിയെ കളയും, അല്ലെങ്കിൽ മാനുഷിക അസ്തിത്വത്തെ കളയും. ഇതൊക്കെ അവസാനം വന്നെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഇവർ പുറത്തു പോവുകയാണ്. So all of these doctrines denied either the divine nature of Christ or the human nature of Christ. But the end result of all these false doctrines, that the proponents of such doctrines went out of the bounds of Christianity. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ ദൈവശാസ്ത്രം, ക്രിസ്റ്റോളജി പഠിക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നേ തീരും. But if we truly study Christology, then we can avoid such false doctrines and false teachings. ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, പണ്ട് വളരെ വളരെ പ്രശസ്തമായ ഒരു ഡാവിഞ്ചിയുടെ ഒരു ചിത്രം. I am reminded of a certain incident, a beautiful Da Vinci painting. ഈ ചിത്രം കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ മെറ്റീരിയലിൽ ചെറിയ ക്രാക്കുകളൊക്കെ ഇവിടെ തീർന്നു. And some cracks developed on the canvas due to its age. അപ്പോൾ ഇത് ഓപ്ഷനിലൂടെ വാങ്ങിച്ചത് റീസെയിൽ ചെയ്യാൻ വെച്ച ഒരു വ്യക്തി നോക്കിയപ്പോൾ ചെറിയ ക്രാക്ക് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ക്രാക്ക് ഒന്ന് നന്നാക്കാൻ വേണ്ടി ഇദ്ദേഹം ഇച്ചിരി അതേ പെയിൻറ്റ് വാട്ടർ കളറൊക്കെ വാങ്ങിച്ചു ആരും അറിയാത്ത രീതിയിൽ ഈ ക്രാക്ക് ഒന്ന് വൈറ്റ് കളർ ഇരിക്കുന്നതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണേ തീർന്നു. So a person brought this at an auction with the intention of reselling it, but then he saw these cracks and decided to repair it himself, and he bought some watercolor and tried to fill in the cracks. അവസാനം ഇദ്ദേഹം പെയിൻറ്റിങ്, ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ് മേളിൽ ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങും അതൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ആകെ നിലവാരം മാറിയത് കണ്ടു കഴിഞ്ഞാൽ
എല്ലാവർക്കും മനസ്സിലായി ഇത് ഓൾട്ടേർഡ് ആണ്, ഇതിൻ്റെ മൂല്യം മൊത്തത്തിൽ പോയിടേ തീർന്നു. But then, once he tried his own restoration, he caused damage to the painting, and everyone realized that it was his painting over that of the original Da Vinci painting, and he completely destroyed its value. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ വചനം, ദൈവിക ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിസ്തുല്യമാണ്. നമ്മൾ അതിനെ ഓൾട്ടർ ചെയ്ത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നമ്മളുടേതായ ഒരു വിശ്വാസം കണ്ടെത്തേണ്ട കാര്യമില്ല. ഓൾറെഡി സ്ഥാപിക്കപ്പെട്ട വിശ്വാസമാണ് അത്. നമ്മൾ അതേപോലെ നമ്മൾ കണ്ടെത്തി അത് പഠിച്ചാൽ മാത്രം മതി. So the point I want to make here is that the doctrine contained in the Holy Scripture is incomparable, and we do not need to add anything to it, but rather we should find out what is in it and understand it. ആമേൻ. ഈ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോയി എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കാൻ അവസരം എടുക്കുന്നത് ദൈവത്തിൻ്റെ ദേവസ്വം നേർച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരുന്നു. May the Lord bless us by these words. And